കരുവന്നൂരിൽ നിക്ഷേപകർക്ക് പണം തിരികെ ലഭിക്കുന്നതിലെ അനിശ്ചിതത്വം തുടരുന്നു. കണ്ടുകെട്ടിയ സ്വത്ത് വകകൾ ലേലം ചെയ്ത് പണം കൈമാറണമെന്നാവശ്യപ്പെട്ടുള്ള 7 ഹർജികൾ കലൂർ PMLA കോടതിയുടെ പരിഗണനയിലാണ്. എന്നാൽ ED കണ്ടുകെട്ടിയ സ്വത്തുക്കൾ ഏറ്റെടുക്കാതെ ഒഴിഞ്ഞുമാറുകയാണ് കരുവന്നൂർ സഹകരണ ബാങ്ക്. അഖിൽ പാലോട്ട് മഠം ചേരുന്നു. അഖിൽ, എന്താണ് കൂടുതൽ വിവരങ്ങൾ? രോഹിണി, കരുവന്നൂരിൽ സമാനതകളില്ലാത്ത തട്ടിപ്പിനാണ് നിക്ഷേപകർ ഇരയായിട്ടുള്ളത്. ആ ഇരയായ നിക്ഷേപകർക്ക് പണം തിരിച്ചു കിട്ടുന്നതിലാണ് ഇപ്പോൾ ഒരു ആശങ്ക നിലനിൽക്കുന്നത്. കണ്ടുകെട്ടിയ സ്വത്തുക്കൾ വക ലേലം ചെയ്ത് നഷ്ടപ്പെട്ട തിരികെ നൽകാനുള്ള ഒരു തീരുമാനം എടുത്തിരുന്നുവെങ്കിൽ പോലും ആ തരത്തിലൊരു നടപടി വേഗത്തിലാക്കണമെന്നാണ് 7 ഹർജികൾ ഇന്ന് കലൂർ PMA കോടതി പരിഗണിക്കുന്നത്. 1 വർഷമായി അധികമായി ഹർജികൾ ഇതുവരെ തീർപ്പായിട്ടില്ല എന്നതും ഏറെ ശ്രദ്ധേയമാണ്. കരുവന്നൂർ കള്ളപ്പണ കേസിൽ അന്തിമ കുറ്റപത്രം സമർപ്പിച്ചതിനു ശേഷം കോടതിയിൽ വിശദമായ വാദങ്ങൾ നടക്കുകയുള്ളൂ. നിക്ഷേപകർക്ക് പണം തിരിച്ചു കിട്ടാനുള്ള എല്ലാ നീക്കങ്ങളോടും പൂർണ്ണമായ അനുകൂല സമീപനമാണ് EDക്ക് ഉള്ളത്. എന്നാൽ സ്വത്തുക്കൾ ഏറ്റെടുത്ത് നിക്ഷേപകർക്ക് തിരികെ നൽകുന്ന നടപടിയിലേക്ക് കടക്കാനുള്ള EDയുടെ നിർദ്ദേശം കരുവന്നൂർ ബാങ്ക് ഇതുവരെ സ്വീകരിച്ചിട്ടില്ല. കരുവന്നൂരിനെ സംബന്ധിച്ചിടത്തോളം ED നൽകിയ ഹർജിയിൽ ഈ മാസം 27-നാണ് കരുവന്നൂർ ബാങ്ക് നൽകാനുള്ള സത്യവാങ്മൂലം ബാങ്ക് നൽകുമെന്ന ഒരു നിലപാട് ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത്. നിക്ഷേപകർ ഹർജി നൽകുമ്പോൾ 88 കോടി രൂപയുടെ സ്വത്തുക്കളായിരുന്നു കണ്ടുകെട്ടിയിരുന്നത്. നിലവിൽ കണ്ടുകെട്ടിയ സ്വത്തുക്കളുടെ മൂല്യം ഇപ്പോൾ 128 കോടി രൂപ ആയിരിക്കുന്നു എന്നതാണ് ഇതിൽ ഏറെ ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. രോഹിണി.